ഹായ്, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും സുഖമല്ലേ? ഞങ്ങൾ ഇന്നൊരു കല്യാണം കൂടാൻ വേണ്ടി വയനാട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല അടിപൊളി ക്ലൈമറ്റ് ആയിരുന്നു. നല്ല തെളിഞ്ഞ ആകാശം, നല്ല പച്ചപ്പ്, നല്ല റോഡ്. നമ്മളെ കൂടെ മുന്നേ വർക്ക് ചെയ്തിട്ടുള്ള ഒരു കൊളീഗിൻ്റെ കല്യാണമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോവുകയാണ്. വയനാട്ടിലാണെന്ന് പറഞ്ഞുകൊണ്ടാണ് കൂടുതൽ ഇൻട്രസ്റ്റ് പോകാനായിട്ട്. പാവം കേൾക്കണ്ട, സംഭവൻ്റെ കല്യാണത്തിന് പോകാൻ വേണ്ടി തന്നെയാണ്. നല്ലൊരു പയ്യനായിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ പിന്നെ അവൻ്റെ കല്യാണമല്ലേ, എന്തായാലും പോകാൻ തീരുമാനിച്ചു. പോണ വഴിക്ക് ഒരു കരിക്കൊക്കെ കുറിച്ച് വീട്ടിലെത്തുമ്പോഴത്തേക്ക് കല്യാണമൊക്കെ കഴിഞ്ഞ് അവർ തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നു. നേരെ കയറി ഫുഡൊക്കെ കഴിച്ച് ഫോട്ടോ ഒക്കെ എടുത്ത് നല്ല ബഹളം തിരക്കുമായതുകൊണ്ടായിരിക്കും വീഡിയോസൊന്നും എടുത്തില്ല. പിന്നെ അവിടെ നിന്ന് തിരിച്ചിറങ്ങി വീട്ടിൽ പോകണം എന്നുള്ള പ്ലാൻ തന്നെ ആയിരുന്നു. പക്ഷെ ഞാൻ എപ്പോൾ പോകുമ്പോഴും ഒരു ജോഡി ഡ്രസ്സ് കൈ കരുതുന്നതാണ്. എങ്കിലും 1-2 ഡ്രസ്സുകളുടെ കുറവുണ്ടായിരുന്നു. ഞങ്ങൾ ഇന്ന് അവിടെ തന്നെ സ്റ്റേ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചപ്പോൾ പിന്നെ നേരെ സ്റ്റുഡിയോയിലേക്ക് വിട്ട്. നമ്മളെ ബഡ്ജറ്റിനനുസരിച്ച് അത്യാവശ്യം ക്വാളിറ്റി സാധനങ്ങൾ കിട്ടണമെങ്കിൽ സ്റ്റുഡിയോ തന്നെ പോകണം. ഞാൻ മെയിനായിട്ട് 1-2 സാധനങ്ങൾ മറന്നു. വേറൊന്നുമല്ല, മേക്കപ്പ്, അതായത് കണ്ണ് എഴുതാനുള്ള കൺമഷിയും ലിപ്സ്റ്റിക്കും എടുത്തിട്ടില്ല. വേറൊന്നും എനിക്ക് വേണമെന്നില്ല, ഇത് രണ്ടും കിട്ടിയാൽ മതി. അപ്പോൾ പിന്നെ എന്തായാലും അത് വാങ്ങാൻ കയറിയപ്പോൾ ചാച്ചൻ പറഞ്ഞ് പൂളൊക്കെ ഉള്ള എന്താ പറയുക സ്റ്റേ ആണ്. അപ്പോൾ അതുകൊണ്ട് സ്വിമ്മിങ്ങിന് വേണ്ടിയിട്ടുള്ള ട്രൗസറോ ബനിയനോ ഒന്നും എടുത്തിട്ടില്ല എന്ന് പറഞ്ഞു. പിന്നെ അതും കൂടി മേടിച്ചേക്കാന്ന് പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങി. ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കുഞ്ഞൂസും കൂടി വോയിസ് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അവൻ്റെ വകയുള്ള ഡയലോഗും ഉണ്ടാവും, അവനോട് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ കൂടെ ഞങ്ങൾ പിന്നെ കുഞ്ഞുവിൻ്റെ ഒരു ഫ്രണ്ടിനെയൊക്കെ കണ്ടുമുട്ടി. അവിടുന്ന് ആദ്യമായിട്ട് കാണുകയാണ്. പക്ഷെ അവർ നല്ല കൂട്ടുകാരെ പോലെ തോളോട് തോൾ ചേർന്ന് കളിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവിടെ നിന്ന് ഡ്രസ്സൊക്കെ എടുത്തു, നേരെ തിരിച്ചിറങ്ങി നേരെ ഓപ്പോസിറ്റുള്ള സൂപ്പർ മാർക്കറ്റിൽ കയറി അത്യാവശ്യം ചില്ലറ ഫ്രൂട്ട്സും കുഞ്ഞിനുള്ള ഡയപ്പേഴ്സും ഒക്കെ വാങ്ങി നമ്മൾ നേരെ സ്റ്റേ പ്ലാൻ ചെയ്തേക്കുന്ന ഹോട്ടലിലോട്ട് പോയി. ഇത് നമ്മളെ ഒച്ചയുണ്ടാക്കില്ലടാ, ഞാൻ പറയട്ടെ. ഇത് ഇവിടുത്തെ കൺട്രി ക്ലബ് റിസോർട്ടാണ്. ആക്ച്വലി അവിടുത്തെ ക്ലബിന് വേണ്ടിയിട്ടുള്ള ആക്ടിവിറ്റീസും ഏരിയാസും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളൊരു സ്റ്റേ ആണ്. പക്ഷേ നമ്മൾ താമസിക്കുന്നത് അവരുടെ ഈ ആക്ടിവിറ്റീസിൻ്റെയും കഫ്റ്റീരിയയുടെയും ഒക്കെ കുറച്ച് ഡിസ്റ്റൻസിലായിട്ടുള്ളൊരു ബിൽഡിങ്ങാണ്. അത് റിസോർട്ടോ കോട്ടേജോ പോലെ ഒന്നല്ല. ആക്ച്വലി ഒരു ബിൽഡിങ്ങിൽ ഒരു 10-15 റൂംസ് വരുന്ന ഒരു നോർമൽ ബിൽഡിങ്. വന്നവിടെ കുഞ്ഞു അവിടെ ഉണ്ടായിരുന്ന റിസപ്ഷനിസ്റ്റായ പെങ്കോച്ചിനെ കയ്യിലെടുത്തിട്ടുണ്ട്. പിന്നെ അവളുടെ അടുത്തുനിന്ന് പോരുന്നില്ല. അവളാണെങ്കിൽ ഞാൻ അപ്പോഴേ പറഞ്ഞത് കുറച്ച് കഴിഞ്ഞാൽ നീ ഖേദിക്കും ഇതിൽ നിന്ന്. പക്ഷേ അവന് കുഴപ്പമില്ല, എനിക്ക് കുട്ടികളെ ഹാൻഡിൽ ചെയ്ത് നല്ല ശീലമാണ്. ചേട്ടൻ്റെ മോനോ ചേച്ചിയുടെ മോളെങ്ങാനും ഉണ്ടെന്ന് പറഞ്ഞു. ശരി ആയിക്കോട്ടെ എന്ന് വെച്ച് ഞാൻ വീഡിയോ ഒക്കെ എടുത്തു. പിന്നെ അവൾ കിടന്ന് പെടാപ്പാട് വിടാൻ തുടങ്ങി. അവന് പേപ്പർ വേണം, പെന്ന് വേണം, സിസ്റ്റം വേണം, ഒക്കെ വേണം. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ റൂമിൽ വന്നു. അപ്പോഴും കുഞ്ഞൂസിന് ഉരുണ്ട് കളിക്കാനുള്ള ആഗ്രഹമാണ്. കുഞ്ഞുവിൻ്റെ ഡ്രസ്സൊക്കെ മാറി ഞങ്ങൾ നേരെ താഴത്തെ ആക്ടിവിറ്റി ഏരിയയിലേക്ക് പോകാൻ പ്ലാൻ ചെയ്തു. താഴെ ഇറങ്ങിയപ്പോൾ പിന്നെ എന്തായാലും കുറച്ച് ഫോട്ടോഷൂട്ടൊക്കെ ആവാമെന്ന് വെച്ചാൽ അതിൻ്റെ ഭാഗമായിട്ട് ഇറങ്ങിയേക്കുവാണ്. കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. കാരണം അവിടെ ചെന്നാൽ ഫ്രഷ് മീൻസ് പൂളിൽ ചെറുങ്ങനെ എനിക്ക് നീന്താനൊന്നും അറിയില്ല. എന്നാലും ഫ്രണ്ട് ഇരിഞ്ഞ് പറഞ്ഞാൽ വെള്ളത്തിൽ കളിക്കാനുള്ളൊരാഗ്രഹം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള എക്സ്ട്രാ ഡ്രസ്സും ഒക്കെ എടുത്ത് പിന്നെ കുഞ്ഞുവിൻ്റെ കുറച്ച് സാധനങ്ങളൊക്കെ എടുത്ത് ഞങ്ങളങ്ങനെ നേരെ ഇറങ്ങി. അപ്പോൾ കുഞ്ഞിനാണെങ്കിൽ നടക്കാൻ ഭയങ്കര ഇഷ്ടം. ആദ്യം പുള്ളി തൊപ്പി തീരെ ഇടാറില്ലായിരുന്നു കേട്ടോ. ഇപ്പോൾ ഈ മഴ പെയ്യുമ്പോൾ ചെറിയ ചാറിലൊക്കെ ആണെങ്കിൽ കുട ചൂടേണ്ട ആവശ്യമില്ല. പക്ഷെ അവന് പെട്ടെന്ന് ചുമയും ജലദോഷം പിടിക്കുന്നൊരു പ്രശ്നമുണ്ട്. എനിക്കുണ്ട് ആ പ്രശ്നം. കാരണം എനിക്ക് അലർജിയുടെ ഒക്കെ ഇഷ്യൂ ഉണ്ട്. അത് കാരണം അവനും ഉണ്ട്. ഇപ്പം മിക്ക ദിവസവും അവന് ജലദോഷവും പനിയും ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു തൊപ്പി ഉണ്ടാകുമ്പോൾ നല്ലതല്ലേന്നായിരിക്കും. ഇപ്പം അവൻ തന്നെ കുറേയൊക്കെ ഊരിയും ഇട്ടുമൊക്കെ അവനത് കുറച്ചൊന്ന് പരിചയമായിട്ടുണ്ട്. വലിയ കുഴപ്പമില്ല. മറ്റേത് തീരെ ഇടാൻ പറ്റില്ലായിരുന്നു. പണ്ട് കുരങ്ങൻ തൊപ്പി എറിയുന്ന നേരെ എടുത്ത് ഒരൊറ്റയേറാണ് ഇട്ട് കഴിഞ്ഞാൽ. ഇപ്പോൾ സംഭവിക്കുന്നുണ്ട്. ഇപ്പോൾ അവന് തന്നെ ഇഷ്ടമാണ്. തൊപ്പി കണ്ടപ്പോൾ തന്നെ എടുത്തിടും. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് അവരുടെ അപ്പൻ്റെയും മോൻ്റെയും മകളെ പട്ടിഷോ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളങ്ങനെ താഴോട്ട് നടന്നു. നല്ല വഴിയായിരുന്നു കേട്ടോ. നല്ല വ്യൂ ഒക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ ഓപ്പോസിറ്റ് നല്ല പാറക്കൂട്ടങ്ങളൊക്കെ കാണുന്നുണ്ടായിരുന്നു. നല്ല ഭംഗിയുള്ള വ്യൂ ആയിരുന്നു. അത്യാവശ്യം നല്ല സ്റ്റേ മീൻസ് നല്ല സ്റ്റാഫാണ്. നല്ല സ്റ്റേ ആയിരുന്നു. റൂംസ് ഒന്നും കുഴപ്പമില്ല, എല്ലാ സൗകര്യമൊക്കെ ഉണ്ട്. നല്ലൊരു ബാൽക്കണിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ആകെ മൊത്തം ഞങ്ങൾ ആ ആക്ടിവിറ്റി ഏരിയയിൽ സ്പെൻഡ് ചെയ്തുകൊണ്ട് തന്നെ നൈറ്റ് ആയിട്ടുണ്ടായിരുന്നു തിരിച്ചെത്താൻ. അതുകൊണ്ട് ബാൽക്കണി വ്യൂ അധികം കിട്ടിയില്ല. ഇത് നമ്മൾ ആ റിസോർട്ടിലോട്ട് പോകുന്ന, അതായത് ആക്ടിവിറ്റി ഏരിയയിലോട്ട് പോകുന്ന വഴിയാണ്. വേണമെങ്കിൽ നമുക്ക് കാർ എടുത്തിട്ട് പോകാമെന്ന് പറഞ്ഞു. പക്ഷെ ഞങ്ങൾ പറഞ്ഞു നടക്കാമെന്ന്. പക്ഷെ തിരിച്ചു വരുമ്പോഴത്തേക്ക് ചാച്ചൻ പോയി കാർ എടുത്തത്. കാരണം ഇരുട്ടാണ്, അട്ട ഉണ്ടാവുമെന്ന് പറഞ്ഞു.
എനിക്ക് അട്ടേനെ പേടിയാണ്. മുമ്പ് ഒരിക്കൽ സൈലൻറ്റ് ക്രീക്ക് പോയിട്ട് എന്നെ അട്ട കടിച്ചിട്ട് അത് ഉണങ്ങാൻ വേണ്ടിയിട്ട് ഒരുപാട് സമയം എടുക്കുന്നു. ഞാൻ അറിഞ്ഞില്ല അട്ട കയറിയത്. തിരിച്ച് റൂമിലൊക്കെ എത്തിയതിന് ശേഷമാണ് അതിങ്ങനെ വീർത്ത് വലുതായി കാലിലിരിക്കുന്നത്. ഇവൻ്റെ 6 month സെലിബ്രേഷന് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് അട്ട കയറിയതിന് ശേഷം എനിക്ക് ഈ അട്ടനെ ഭയങ്കര പേടിയാണ്. അതിന് മുന്നേ എന്നെ അട്ട കടിച്ചിട്ടേ ഇല്ല. ഇതാണ് നമ്മുടെ വിശ്വവിഖ്യാതമായ കൺട്രി ക്ലബ് റിസോർട്ടിൻ്റെ എൻട്രി. അവിടെ ജനറേറ്ററിൻ്റെ ശക്തമായ ശബ്ദം കേൾക്കുന്നുണ്ട്. അത് നിങ്ങൾ മൈൻഡ് ചെയ്യണം. നിങ്ങൾ കേൾക്കില്ല. അത് കാരണം ഞാൻ പറയുന്ന ഒന്നും എങ്ങും കേൾക്കുന്നുണ്ടായിരുന്നില്ല. ദി ഹിൽ ഡിസ്ട്രിക്ട് ക്ലബ്. അങ്ങനെ നേരെ അങ്ങോട്ടേക്ക് പോയി. അവിടെ ഒരുവിധം എല്ലാ ആക്ടിവിറ്റീസും ഉണ്ടായിരുന്നു കേട്ടോ. ചെന്ന് കയറി ഞങ്ങൾക്ക് കിട്ടിയ അവസരമൊക്കെ ഞങ്ങൾ നന്നായിട്ട് അങ്ങ് ഉപയോഗിച്ചിരിക്കുന്നത്. മാക്സിമം എല്ലാത്തിലും കയറിയൊന്ന് എനിക്ക് ഊഞ്ഞാല ഏറ്റവും ഇഷ്ടപ്പെട്ടത്. പിന്നെ ഫുട്ബോൾ കോർട്ടും ഷട്ടിൽ പിന്നെ ഞങ്ങൾക്ക് കളിക്കാൻ കഴിയില്ലായിരുന്നു. കുഞ്ഞു ഉറങ്ങുമായിരുന്നു. അവൻ അവിടെ എത്തിയതും ഉറക്കം തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഓൾമോസ്റ്റ്. പിന്നെ അവനെ തോളിലിട്ടിട്ടുള്ള കളികളായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും. പിന്നെ ഒരു പരിധി വരെയൊക്കെ ചാച്ചൻ തന്നെ എടുക്കും. ഈ പറയുന്ന നടത്തോ അങ്ങനെ. ഇത് നല്ലൊരു രസമുള്ളൊരു ബോട്ടിങ്ങിൽ ഫുഡ് കഴിക്കാനുള്ള ടേബിൾ. അപ്പം കണ്ടപ്പോഴേ ഞങ്ങൾ നോട്ട് ചെയ്തിട്ടുണ്ട് ഇന്ന് രാത്രിയിലെ ഡിന്നർ ഞങ്ങൾ അവിടെ ഇരുന്നായിരിക്കും സെറ്റ് ചെയ്യുക എന്നുള്ളത്. എനിക്ക് നല്ല ചുമയുണ്ട്. ഇൻഫെക്ഷനായിട്ടിരിക്കുക. ചെസ്റ്റിലും ഒക്കെ മൊത്തം ഇൻഫെക്റ്റഡാണ്. കുറേ ദിവസമായി ചുമ. കാണിക്കുന്നു, മരുന്ന് കുടിക്കുന്നു, ഇങ്ങനെ കൊണ്ടുനടക്കുന്നു. പക്ഷെ പിന്നെയാണ് ഈ അടുത്ത് അറിഞ്ഞത് നന്നായിട്ട് ഇൻഫെക്റ്റഡ് ആയിട്ടുണ്ട്. ലെൻസിലൊക്കെ ഫുൾ കഫം കയറിയിരിക്കുന്നതെന്ന്. കുഞ്ഞുവിനും അതുപോലെ തന്നെ സെയിം ഇഷ്യൂ ആണ്. അവനും ചെസ്റ്റിൽ ഇൻഫെക്റ്റഡ് ആയിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ രണ്ടുപേരും അതിൻ്റെ ട്രീറ്റ്മെൻറ്റില്ല. അതുകൊണ്ട് സൗണ്ടൊന്നുമില്ല ഞങ്ങൾക്ക് രണ്ടുപേർക്കും. അങ്ങനെ ഇതാണ് ആ ഒരു റിസോർട്ടിൻ്റെ മനോഹരമായ ദൃശ്യം. മൊത്തത്തിൽ നല്ല ഭംഗിയുള്ള സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഭംഗിയുള്ള സ്ഥലം. നല്ല അടിപൊളി സ്റ്റാഫുമായിരുന്നു കേട്ടോ. കുറേ നല്ല റിസപ്ഷനിസ്റ്റ് ആയാലും നമ്മുടെ പാൻട്രിയിലുള്ള പിള്ളേരായാലും ഒക്കെ നല്ല ഫുഡുമായിരുന്നു കേട്ടോ. അടിപൊളി ഫുഡുമായിരുന്നു. ഞങ്ങൾ നന്നായിട്ട് കഴിച്ചിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ രണ്ടുപേരും അത്യാവശ്യം നല്ല ഫുഡ് ആയതുകൊണ്ട് തന്നെ ഫുഡ് കഴിക്കുന്നതിന് ഞങ്ങൾ യാതൊരു വിധ പിശുക്കും കാണിക്കാറില്ല. അത് ശരീരത്തിൽ കാണുന്നുണ്ട്, കുറയ്ക്കണം. ഈ നല്ല പാസേജൊക്കെ നല്ല ഭംഗിയില്ലേ കാണാൻ. നല്ല ഫോട്ടോഷൂട്ടൊക്കെ പറ്റിയ അടിപൊളി സ്ഥലമായിരുന്നു. ഞങ്ങളവിടെ നിൽക്കുമ്പോൾ തന്നെ ഒരു ജസ്റ്റ് മാരീഡ് കപ്പിൾസ് ആ ഒരു വെഡ്ഡിങ് ലുക്ക് തന്നെ വന്നിട്ട് അവിടുന്ന് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ സ്ഥിരം അങ്ങനെ വരുന്ന ഏരിയ ആണെന്ന് തോന്നുന്നു. ഈ ക്ലബിൽ ഉൾപ്പെടുന്ന ആളുകൾക്കാണെന്ന് തോന്നുന്നു വരാൻ. ചാച്ചനൊപ്പം വന്ന പാടന്നെ ബാസ്ക്കറ്റ് ബോളൊക്കെ എടുത്ത് നേരെ കളിയൊക്കെ തുടങ്ങി. ഞങ്ങൾ ഒരാളെ ആക്ടിവിറ്റി ചെയ്യുമ്പോൾ മറ്റേ ആൾ വാവനെടുക്കും. അവനെ ഉറങ്ങുമായിരുന്നു. പിന്നെ അവിടെ ഒരു പേരമരം കണ്ട് ഞാൻ അതിൻ്റെ മുകളിൽ നിന്ന് കുറേ പേരക്കൊക്കെ വലിഞ്ഞേറി പറിച്ചു. എനിക്കും കുഞ്ഞുവിനും ഒക്കെ ഭയങ്കര ഇഷ്ടം പേരക്ക. അങ്ങനെ കുറേ കളിച്ച് പിന്നെ ഞങ്ങൾ പരമാവധി കളിച്ചു. ഷട്ടിൽ പിന്നെ ഞങ്ങൾക്ക് നടക്കില്ലായിരുന്നു. രണ്ടുപേരും അവിടെ നിന്ന് ഇവിടുന്ന് കേട്ടണ്ടേ. അപ്പോഴത്തേക്ക് ഇവനെ ഉറങ്ങുമായിരുന്നു. ഞങ്ങൾ എന്തായാലും അവിടെ മൊത്തം നടന്ന് കണ്ടു. നല്ല ഭംഗിയുള്ള സ്ഥലമല്ലേ, നല്ല രസമുള്ള കാഴ്ചകളും. എനിക്ക് തോന്നുന്നു ഞങ്ങൾ സ്റ്റേ ചെയ്തതിൽ ഞങ്ങളങ്ങനെ ഒരുപാടൊന്നും സ്റ്റേ ചെയ്തിട്ടില്ല. പക്ഷെ ചെയ്തതിൽ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ടൊരു സ്ഥലമായിരുന്നത്. എല്ലാം കൊണ്ടും ഇപ്പം ഒരുപാട് കോസ്റ്റ്ലി ആയിട്ടുള്ള സാധനമൊന്നും എനിക്ക് വലിയ താല്പര്യമില്ല. പക്ഷേ അത് ഒരു മിനിമം കോസ്റ്റ്ലി ആയിട്ട് നമുക്ക് നല്ല എൻ്റർടൈൻ ചെയ്യാൻ പറ്റിയ, എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയൊരു സ്ഥലം. നമ്മൾ ഏതെങ്കിലുമൊക്കെ ഒരു കാര്യത്തിൽ നമുക്കൊരു നെഗറ്റീവ് അടിക്കും എവിടെ പോയാലും. ഇതിപ്പം ഒരു നെഗറ്റീവും ഇല്ലായിരുന്നു. ഫുഡും നല്ലതായിരുന്നു, അവിടെയുള്ള സ്റ്റാഫും നല്ലതായിരുന്നു, റൂംസും അടിപൊളിയായിരുന്നു. പിന്നെ ഇത്രയും ഒരു വൈഡായിട്ടുള്ള ആക്ടിവിറ്റി ഏരിയ അങ്ങനെ കിട്ടാറില്ല. അതും കിട്ടി. അങ്ങനെ എല്ലാം കൊണ്ടും ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ളൊരു സ്ഥലം. ചാച്ചൻ്റെ കളി ഇതുവരെ അവസാനിച്ചിട്ടില്ല. ചാച്ചൻ്റെ കളി അവസാനിക്കുന്നവരെ സംസാരിക്കാൻ നിന്ന് കഴിഞ്ഞാൽ എനിക്കതിലേ നേരം കാണത്തുള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ ഊഞ്ഞാലിൽ കയറി. അപ്പോഴത്തേക്ക് കുഞ്ഞൂസ് എണീറ്റു. അപ്പോൾ അവർ ആപ്പിൾ എടുത്ത് കൊടുത്തു. അവൻ ആപ്പിൾ ഭയങ്കര ഇഷ്ടമാണ്. തൊലി ഞങ്ങൾ കളഞ്ഞിട്ട് ബാക്കി അവന് കൊടുക്കുക. കാരണം തൊലി അവന് തൊണ്ടയിൽ കൊടുക്കും. അപ്പോൾ അതുകൊണ്ട് കുഞ്ഞല്ലേ. പിന്നെ അവിടെ ചെറിയൊരു ആമ്പൽക്കുളമൊക്കെ ഉണ്ടായിരുന്നു. ആമ്പലൊക്കെ ഏകദേശം പോയിരിക്കുന്നുണ്ട്. ചില ഭാഗത്തൊക്കെ കാണുന്നുണ്ട്. 3-4 താറാവൊക്കെ ഉണ്ടായിരുന്നു. ലൈറ്റ്സും ചെറിയൊരു പാലും ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അതിൻ്റെ മുകളിൽ കൂടെ ഒക്കെ ഒന്ന് കയറി. അധികം ഫോട്ടോസിന് പറ്റുന്നൊരു സംഭവമല്ലായിരുന്നു ഞങ്ങൾ അന്നേരം. കാരണം ഇവൻ ഉറങ്ങുന്നതുകൊണ്ട് വല്ലാതെ ഫോട്ടോസ് എടുക്കാൻ പിന്നെയും കിടന്നുറങ്ങി. കാരണം അവന് ഇന്നത്തെ ദിവസം ട്രാവലൊക്കെ കാരണം അവൻ്റെ പകലുള്ള ഉറക്കമൊന്നും നടന്നിട്ടില്ല.
ആശാൻ പകൽ മൊത്തം ഉറങ്ങിയിട്ട് രാത്രിയിൽ ഉറക്കമൊഴിഞ്ഞിട്ടുള്ള പരിപാടികളാണ്. ഇന്ന് പകൽ ഉറക്കമൊന്നും നടക്കാത്തതുകൊണ്ട് മൂപ്പർ ഇടവിട്ട് 5 മിനിറ്റ് വെച്ച് ഉറങ്ങുമായിരുന്നു. കാര്യമായിട്ട് ഞങ്ങൾ എന്തെങ്കിലും പ്ലാൻ ചെയ്യുമ്പോൾ അപ്പം അവൻ ഉറങ്ങും. സ്വിമ്മിങ്ങിൻ്റെ ടൈമിലും അങ്ങനെ തന്നെ ആയിരുന്നു. അവൻ ഒരു 5 മിനിറ്റ് ഉറങ്ങി. അങ്ങനെ പിന്നെ ഞങ്ങൾ ഷെയർ ചെയ്താണ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പിന്നെ ഏകദേശം സെറ്റപ്പൊക്കെ ആയി, അടിപൊളിയായി, അങ്ങനെ അങ്ങ് എൻജോയ് ചെയ്തു. നൈറ്റ് ആയപ്പോഴത്തേക്കും ഇവിടുത്തെ വ്യൂ മൊത്തത്തിൽ മാറിയിട്ടോ. ഇതാണ് അവരുടെ പൂളിൻ്റെ സൈഡിലായിട്ടൊരു നല്ലൊരു ഏരിയയൊക്കെ ഉണ്ടായിരുന്നു. രാത്രിയാകും തോറും ലൈറ്റ്സും കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങിയപ്പോൾ മൊത്തമുള്ള പിക്ചർ അങ്ങ് മാറി. ഞാൻ പിന്നെ കുറച്ച് അവിടുത്തെ ആ തിരക്ക് കഴിഞ്ഞിട്ട് പൂളിൽ ഇറങ്ങാമെന്നുള്ള പ്ലാനായിരുന്നു. ഓൾറെഡി അവരൊരു ഫാമിലി ഉണ്ടായിരുന്നു. അവരാണെങ്കിൽ കൊച്ചു കുഞ്ഞുങ്ങളും മൊത്തം ഫാമിലിയും കൂടി വെള്ളത്തിൽ കിടന്ന് തിമർക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞങ്ങൾ വിചാരിച്ച് കുറച്ച് കേട്ടായിരുന്നു. ഇത് അവരുടെ ഓഡിറ്റോറിയമാണ്. ഓൾറെഡി ഇവിടെ ഈ ക്ലബ്ബിൽ മെമ്പേഴ്സായിട്ടുള്ള ആൾക്കാരുടെ ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഉപയോഗിക്കുന്ന ഏരിയ ആണെന്ന് തോന്നുന്നു. പിന്നെ രാത്രിയായപ്പോൾ ഞങ്ങൾ നേരെ ഊഞ്ഞാലൊക്കെ ആടിക്കഴിഞ്ഞ് നേരെ പൂളിലേക്ക് വന്നു. കുറച്ച് നേരം പൂളിൽ ഫസ്റ്റ് ചാച്ചൻ ഇറങ്ങി. ചാച്ചനാണ് ആ പൊട്ട് പോലെ കാണുന്ന മനുഷ്യൻ. കുറച്ച് നേരം ചാച്ചനങ്ങ് കളിച്ചു. അപ്പോഴേക്കും കുഞ്ഞൂസ് ബഹളം വെച്ച്. അങ്ങനെ ഞാനും ചാച്ചനും കുഞ്ഞൂസും കൂടി ഇറങ്ങി. പക്ഷേ കുഞ്ഞൂസിന് വിറച്ചു പോയി വെള്ളത്തിൽ. ഭയങ്കര വന്നപ്പോൾ ഞങ്ങൾ വേഗം തിരിച്ചു കയറ്റി. പിള്ളേർക്കൊക്കെ വിറയ്ക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അവർ കുറച്ചുകൂടി വലിയ കുട്ടികളായിരുന്നു. 4 വയസ്സൊക്കെ ആയിട്ടുണ്ട്. നമ്മളത് പൊടിയല്ലേ. അപ്പോൾ പിന്നെ ചാച്ചൻ ഒറ്റയ്ക്ക് നിന്ന് ഞാൻ പോയി ഡ്രസ്സൊക്കെ മാറി വന്ന് ഇവനെ ഞാനെടുത്തു. എന്നിട്ട് പിന്നെ ഞാൻ പുറത്ത് വെയിറ്റ് ചെയ്തു. പിന്നെ ചാച്ചൻ കയറിയതിന് ശേഷം പിന്നെ ഞാൻ വീണ്ടും വെള്ളത്തിലിറങ്ങി. അപ്പോൾ ആരുമില്ല, ഞാൻ ഒറ്റയ്ക്കാണ്, ഞാൻ മാത്രം. അത് കഴിഞ്ഞ് പിന്നെ കുളിച്ച് ഫ്രഷായി നേരെ ഫുഡ് കഴിക്കാനുള്ള പ്ലാനിൽ ഞങ്ങൾ നേരെ അങ്ങോട്ടേക്ക് പോയി. അതിനിടയ്ക്ക് ജസ്റ്റ് ആ ഒരു നൈറ്റ് വ്യൂ കവർ ചെയ്തതാണ്. മൊത്തത്തിൽ നല്ല ഭംഗിയുണ്ടായിരുന്നല്ലോ, അപ്പോൾ അതും കൂടെ ഒന്ന് എടുത്തതാണ്. അവിടെ ഒരു ദേവത, ഗ്രീക്ക് ദേവത കൂടെ ചൂടി നിൽക്കുന്നുണ്ട്. അമ്മേ, ഇവിടെ എന്നെ ഇവൻ തിമിർത്തുകൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു. നല്ല ഭംഗിയില്ലേ കാണാൻ? നല്ല വ്യൂ ആണ് കേട്ടോ. നിങ്ങൾക്കൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ ബത്തേരിക്ക് അടുത്തായിട്ടാണ് ഈ ഒരു സ്പോട്ട് വരുന്നത്. നല്ലൊരു ഏരിയയാണ്. വലിയ കുഴപ്പമില്ല. ബഡ്ജറ്റും. ഇടയ്ക്ക് കറണ്ട് പോയി, അപ്പം തന്നെ തിരിച്ചു വന്നു. ജനറേറ്റർ ഓണാക്കിയതാണെന്ന് തോന്നുന്നു അവർ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ കറണ്ടും വന്നു കേട്ടോ. ഞങ്ങൾ ഫുഡ് കഴിക്കാനിതോ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു ഏരിയ ഞങ്ങളങ്ങ് സെറ്റ് ചെയ്ത് ഞങ്ങൾ നേരെ കയറി അതിലങ്ങ് ഇരുന്നു. അവിടെ മറ്റേ ഫാമിലി ആ ഒരു പൂളിൻ്റെ അടുത്തുള്ള ആ ഒരു ഏരിയയും പിന്നെ അവർ വേറെ കുറേ പേരുള്ളതുകൊണ്ട് അവർ ആ വലിയ ഹാള് മൊത്തത്തിലായിരുന്നു എടുത്തത്. പിന്നെ ഫുഡിനൊക്കെ ഓർഡർ കൊടുത്തിട്ട് ഞങ്ങൾ പിന്നെയും ഊഞ്ഞാലാടാൻ വന്നു. കുറച്ച് നേരം ഊഞ്ഞാലും കളിയൊക്കെ ആയിട്ട്. കുഞ്ഞൂസിന് ആ ഊഞ്ഞാലങ്ങ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അവന് തൊട്ടിലാടുന്ന ഫീലായിരുന്നു ഊഞ്ഞാലിൽ. പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറി. ഫുഡൊക്കെ വന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു. നല്ലൊരു എക്സ്പീരിയൻസ്, വെറൈറ്റി എക്സ്പീരിയൻസ്. അപ്പോൾ ഞങ്ങൾക്ക് ഫുഡ് സെർവ് ചെയ്യാൻ വന്നിരുന്ന ഒരു കുട്ടി ഉണ്ടായിരുന്നു, അബ്ബി എന്ന് പറഞ്ഞിട്ട്. അവനാണ് ഞങ്ങൾക്ക് വീഡിയോ ഒക്കെ എടുത്തു തന്നത്. ഞാൻ വീഡിയോ എടുക്കാമോ എന്ന് ചോദിച്ചപ്പം അതിനെന്താ. പിന്നെ അവനങ്ങ് ഏറ്റെടുത്തു. ആൾക്ക് ഇൻസ്റ്റയിലൊക്കെ വീഡിയോ ചെയ്ത് നല്ല പരിചയം ഉണ്ടെന്ന് തോന്നുന്നു. ഇൻസ്റ്റയിൽ എന്നോട് ഫോളോ ചെയ്യാനൊക്കെ പറഞ്ഞു. ഞാൻ യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്യുകയൊക്കെ ചെയ്തു. എന്നിട്ട് വീഡിയോസൊക്കെ എടുത്തു തന്നു.